നോമ്പ് മിശിഹായിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നോമ്പ് കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് കിട്ടിയ സുവിശേഷ ഭാഗത്തിൻ്റെ തുടക്കം ശ്രദ്ധിച്ച് കാണുമല്ലോ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ പഴയ കാലത്ത് ഒരു മത്സരമുണ്ടായിരുന്നു, നിധി കണ്ടെത്തൽ. സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഒരു മുട്ടുസൂചിയോ നാണയമോ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ട് ഒരു സ്കൂളിലെയോ അല്ലെങ്കിൽ എവിടത്തെയെങ്കിലും കുട്ടികളെയൊക്കെ ഇറക്കി വിട്ടിട്ട് ആ നിധി കണ്ടെത്താനായിട്ട് പറയും. ഈ നിധി തേടി നടക്കുമ്പോൾ ഒരു ക്ലൂ മലയാളത്തിൽ കൊടുക്കും. ഈ നിധിയുടെ അടുത്തോട്ട് എത്തുന്ന ഗ്രൂപ്പുകാരോട് പറയും, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയിക്കുവാനായിട്ട് ചൂട് എന്നും, ഈ നിധിയിൽ നിന്നും വളരെ അകന്നു പോകുന്നവർ നിൽക്കുന്ന പ്രദേശം തണുപ്പ് എന്നും അടയാളപ്പെടുത്തി ഈ മത്സരം തുടരും. ഈ ക്ലൂവിൻ്റെ പശ്ചാത്തലത്തിൽ അവസാനം അവർ നിധി കണ്ടെത്തും. ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നും. ഈ പിതാവിൻ്റെ ഇഷ്ടം എന്നതാണ് എന്ന് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? അതിന് പകരം കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം എന്നത് വ്യാഖ്യാനിക്കേണ്ട നമ്മുടെ ചുമതലയാക്കി തരികയാണ്. യേശു പറയുന്നുണ്ട്, നിന്റെ ഒരു കാരണത്ത് അടിക്കുന്നതിന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമെന്ന്. സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. നിന്റെ ഒരു കാരണത്ത് അടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കാനായിട്ട് നിന്നാൽ ആ കർണത്തിനിട്ട് അടി കിട്ടുകയും അടിയുടെ നൊമ്പരത്തിൽ നമ്മൾ തിരിച്ച് അവൻ്റെ രണ്ട് കർണത്തിനിട്ട് അടിക്കുകയും പൂര അടിയും ഇടിയും വഴക്കും കേസുമായിട്ട് തീരുകയും ചെയ്യും. കർത്താവ് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? നമ്മെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണം. നമുക്ക് നമ്മുടെ മരണത്തിന് തന്നെ ഇടയാക്കാവുന്ന അപകടസ്ഥിതിയിലാണ് നമ്മുടെ ശത്രു നമ്മെ സമീപിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം. കർത്താവ് വേറെടുത്ത് പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നവന് നിന്റെ കുരിശു എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. എന്തൊരു കഷ്ടമാണ്! എല്ലാവരും ആ വാക്ക് കേട്ട് കുരിശ് പണിത് കുരിശൻ തോളെ വെച്ച് നടന്ന എന്തോ ഒരവസ്ഥയായിരിക്കും നമ്മുടെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ അവിടെ എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കർത്തവ്യങ്ങൾ എന്താണ് എന്ന് ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് ആ